ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നാട്ടിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് എടുത്തൊരു വീഡിയോ ആണ്. ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈദിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇത്തവണ നമ്മൾ നാട്ടിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. അതും ബ്രദറിൻ്റെ ചിലവിലായിരുന്നു കേട്ടോ ഇത്തവണത്തെ ഈദ് ഡ്രസ്സൊക്കെ. അങ്ങനെ തന്നെ നമ്മൾ കോട്ടയത്തോളം നമ്മൾ കല്യാണിലാട്ടോ പോകുന്നത്, കല്യാൺ സിൽക്സിലേക്ക്. എപ്പോഴും കല്യാണിൽ നിന്നൊന്നും അല്ല എടുക്കുന്നത്, ഇത്തവണ കല്യാണിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഇട ദിവസമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ചെന്ന് കയറിയപ്പോൾ തന്നെ എപ്പോഴത്തേം പോലെ ബ്രൈഡൽ സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ലുക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇക്കാക്കുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മെയിൻ സെക്ഷനിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ വാവേനെ ബ്രദർ കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആൾ ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ജാടയായിരുന്നു. ഈ ഒരു ടൈമിൽ ഉമ്മയായിട്ട് മാത്രമേ കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഈ ഒരു ഷർട്ടൊക്കെ നോക്കി, ഇതെല്ലാം നല്ല അടിപൊളി ലുക്കായിരുന്നു. പിന്നെ ഇതാ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഷർട്ടാണ് കേട്ടോ എടുത്തത്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇതിന് ചേരുന്ന ഒരു പാൻറ്റും കൂടിയൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ വാപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ കഴിക്കാൻ നേരത്തെ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും മാത്രമേ ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ പാനിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ വാവ ചെറിയ അലമ്പായതുകൊണ്ട് തന്നെ ഉമ്മ ഉറക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാവൻ്റെ ഡ്രസ്സ് എടുത്ത വീഡിയോ നമ്മൾ ഇത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ കല്യാണിൽ നിന്നല്ല, വേറൊരു കടയിൽ നിന്നാണ് നമ്മൾ അവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുത്തത്. കല്യാണിൽ പാർട്ടി വെയർ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ കൂടുതലും. നമുക്ക് കാഷ്വലായിട്ട് ടൈപ്പായിരുന്നു ആവശ്യം. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണ് മേടിച്ചത്. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഇക്ക പാൻറ്റും കൂടി സെലക്ട് ചെയ്ത് രണ്ടും കൂടി ഒന്ന് ട്രയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. പിന്നെ അതിന് ശേഷം ദാ എൻ്റെ സെക്ഷനിലോട്ട് പോയി. അവിടെയും ഒട്ടും ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സെയിൽസ് ഗേളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ ഞാൻ ഓരോന്നായിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് തീരെ ചേരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ ടോപ്സ്. പക്ഷെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്കത്ര ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. വേറെ ആർക്കെങ്കിലും വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ് എനിക്കായിരിക്കും ആദ്യം കിട്ടുക. പക്ഷേ എനിക്ക് വേണ്ടി എടുക്കാൻ വരുമ്പോൾ ഇതുപോലെ തപ്പി തപ്പി നടക്കും കേട്ടോ. ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടോപ്സൊക്കെ എടുക്കുക. അങ്ങനെ ഇതാ എല്ലാവരും എനിക്ക് വേണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സ്. അതിൻ്റെ ഇടയ്ക്ക് വാവയെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോൾ ആൾക്ക് കുറച്ച് പേടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വാവയുടെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അതുപോലെ പാർട്ടി വെയർ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോയ്സിൻ്റെ സെക്ഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോയത്. അതുപോലെ തന്നെ ഞാൻ എടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ജസ്റ്റ് ടോയ്സിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ വാവയ്ക്ക് ആവശ്യത്തിന് ടോയ്സൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മേടിച്ചില്ല. അതുമാത്രമല്ല പുറത്തെക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിട്ടാട്ടോ തോന്നിയത്. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കടേൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എത്തിയതിന് ശേഷം നമ്മൾ നേരെ മലബാർ മജ്ലിസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ എത്തിയത്. ഇവിടെ കുഴിമന്തി, അൽഫാം, ബാർബിക്യൂ അങ്ങനത്തെ ഐറ്റംസ് മാത്രമുള്ള ഒരു കടയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പക്ഷേ ഇക്കയൊക്കെ നേരത്തെ പോയിട്ടുണ്ട്, അതായത് ബ്രദറൊക്കെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ബ്രദറിനെ അതുപോലെ ഹസ്ബൻഡിനെ എല്ലാം ഇക്കാന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാട്ടോ എടുത്ത് പറയുന്നത്.
അങ്ങനെ താമസിക്കാതെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കടയായിരുന്നു, കാണാനൊക്കെ നല്ല ലുക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നല്ല വിശപ്പുമായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന ഉടനെ സാധാ നോർമൽ കുഴിമന്തിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാധനം എത്തി. അപ്പോൾ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഴിമന്തി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുഴിമന്തി. അതുപോലെ വാപ്പി ഓർഡർ ചെയ്തത് അൽഫാമായിരുന്നു. പക്ഷേ ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കുഴിമന്തി, വേറൊന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ വാപ്പി ഓർഡർ ചെയ്ത അൽഫാം ചെറിയ പീസായിരുന്നു കേട്ടോ, അത് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നിയുമില്ല. പക്ഷെ കുഴിമന്തി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. റൈസൊക്കെ നല്ല ഫ്ലേവറായിരുന്നു, മയോണൈസും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സാലഡും ഉണ്ടായിരുന്നു, പിന്നെ ഒരു നമ്മുടെ തക്കാളിയുടെ ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുടിക്കാൻ നമ്മൾ പെപ്സിയും കൂടി ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വാവയ്ക്ക് കൊടുത്തു, ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം വാവനെ ഇരിക്കാനെ ഏൽപ്പിച്ചിട്ട് ഞാനും കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഈ ടൈമിലൊക്കെ വാവ കാറിൽ നിന്ന് നല്ല അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെപ്സിയൊക്കെ കാറിലുണ്ടായിരുന്നു, ആൾക്ക് പെപ്സിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും നമ്മൾ അധികമൊന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. പിന്നെ വഴി വെച്ച് എൻ്റെ ഒരു കൊച്ചാപ്പാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആൾക്ക് കിട്ടി കേട്ടോ. അതുപോലെ ഇതൊരു ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ, നിറച്ച് നട്ട്സൊക്കെ ഉള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം രാത്രിയാണ് കേട്ടോ ബാക്കി എടുത്തത്. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു ചില്ലി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാ രീതിയിലുള്ള ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാപ്പിക്ക് സാധാ രീതിയിലുള്ള ഇറച്ചിക്കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിൽ നിന്ന് കരൾ മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കരൾ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പാതി കരൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ചില്ലി ചിക്കനും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇക്കാക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചില്ലി ചിക്കൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. അപ്പോൾ ഉമ്മയ്ക്കൊന്നും ഇപ്പോൾ വിശപ്പായിട്ടില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇന്ന് ഫുഡ് കഴിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ പതിവ് പോലെ ചില്ലി ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി നമ്മൾ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മേടിച്ച ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ എടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് വാപ്പ് സെലക്ട് ചെയ്ത് തന്നെയാണ്. ആ ടൈമിൽ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കാനും ഇക്കാക്കും വേറെ ഡ്രസ്സൊക്കെ എടുക്കാൻ ഒരുപാട് നിർബന്ധിച്ചായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു, സോ ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ തോന്നി തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഇക്കാക്ക് എടുത്തത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരു പാൻറ്റുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതാണ് ഷർട്ട്, നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ. പിന്നെ പാൻറ്റ്സ് ഒരു ആഷ് കളറിലാണ് കേട്ടോ എടുത്തത്, അതും നല്ലതായിരുന്നു, നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനുശേഷം വാവയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പെരുന്നാളിനിടാൻ വേണ്ടി എടുത്തത്. ഈ ഒരു ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ ഒരു പാൻറ്റും ആയിരുന്നു, നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ഇടാനും കുറച്ച് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ടീഷർട്ടും, ഇതിൻ്റെ തന്നെ പല കളർ ടീഷർട്ട് ഉണ്ടായിരുന്നു. എല്ലാം നല്ല മെറ്റീരിയലാണ് കേട്ടോ, ചൂടടിക്കാത്ത നല്ല മെറ്റീരിയലായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഷോർട്ട്സും എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൾഫിൽ നിന്ന്, അതായത് ദുബായിൽ നിന്ന് വന്ന ടൈമിൽ ഷാനുക്കാക്ക് വേണ്ടി ഒരു കണ്ണാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് കണ്ണാടിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. എന്ത് വേണമെന്ന് ഒരുപാട് ചോദിച്ചെങ്കിലും ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനാട്ടോ പറഞ്ഞത് എന്നാൽ കണ്ണാടി മതിയെന്ന്. ആൾക്ക് കണ്ണാടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു കണ്ണാടിയാണ് കേട്ടോ കൊണ്ടുവന്നത്, നല്ല അടിപൊളി ലുക്കായിരുന്നു. ഇത് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്.
അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.